ഗാർഡിന്റെ പ്രവർത്തകർ എത്ര ആയിരക്കണക്കിന് മനുഷ്യന്മാർക്കാണ് ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികൾ. ഇപ്പം ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധികൾ അവിടെ ഭക്ഷണം ഞാൻ അവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ യുവജന സംഘടനയിലും ആളുകൾ ഇപ്പം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്, യു കെയുടെ പ്രവർത്തകരുണ്ട്, വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരുണ്ട്, എല്ലാ യുവജന സംഘടനയുടെ പ്രവർത്തകരും ഭക്ഷണം കഴിക്കുന്നത് ഒരു പൊതുവിടമായി നമ്മൾ ഇതുവരെ കണ്ടുവച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഐക്യമുണ്ട്. ഐക്യത്തിന്റെ ഭാഗമായി നമ്മൾ പൊതുവിടമായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം അവിടെ ഒരു ഭക്ഷണം ഒരു രാത്രി വന്നിട്ട് മന്ത്രി പ്രസ്ഥാനത്തിലാണ് ഇവിടെ ഭക്ഷണം വേണ്ട, അത് ഹൈജീനിക് അല്ല, അത് അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചത് തന്നെയാണ് ഈ മുന്നേക്ക് വരുന്നത്. എനിക്ക് അടക്കമുള്ള ആൾക്ക് വരുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ആദ്യം പ്രയാസപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ വൈറ്റ് ഗാർഡ് പ്രവർത്തകർ നടത്തിയിരുന്ന ആ മെസ്സ് നിങ്ങൾ കൂട്ടാൻ തീരുമാനിച്ചു, ശരി, നിങ്ങൾ കൂട്ടി, നിങ്ങൾ തീരുമാനം. ബദൽ സംവിധാനം എന്താണ്? ഇന്നിപ്പോൾ ഞാൻ മുന്നേക്കിലേക്ക് കയറി വരുമ്പോൾ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ്, സൈനിക ഉദ്യോഗസ്ഥർ പറയുകയാണ് ഭക്ഷണം എത്തിയിട്ടില്ല, മാധ്യമപ്രവർത്തകർ പറയുകയാണ് ഭക്ഷണം എത്തിയിട്ടില്ല. ഇന്നലെ അത് പരാതി ഭക്ഷണം ഇല്ലാത്ത പുറമേ നമ്മൾ പറയുന്നത് ഇവിടെ വലിയ ശാരീരികമായ അധ്വാനമാണ് ഇവിടെ എല്ലാ വോളണ്ടിയർമാരും ചെയ്യുന്നത്. നമ്മളിവിടെ വെറുതെ ഇരിക്കുന്ന ആളുകളല്ല വോളണ്ടിയർമാർ. അപ്പോൾ ആ ശാരീരിക അധ്വാനം ചെയ്യുമ്പോൾ മാത്രമല്ല ഇവിടെ ചെയ്യുന്നുണ്ട്, മറ്റു പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പല പ്രവർത്തകരും, നിരവധി മരണം നടന്ന ഡികമ്പോസ് ആയിട്ടുള്ള ബോഡീസ് വരെയാണ് എടുത്തിട്ടുള്ളത്, പാത്തജൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവമായിട്ടുണ്ട്. ആ സമയത്ത് ഭക്ഷണം എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം അതിന് ബദൽ എന്ന മാർഗ്ഗമാണ് സർക്കാർ കണ്ടെത്തിയത്. ഇതിന്റെ കൂട്ടാനുള്ള ആവേശം ഇന്ന് ബദൽ സംവിധാനം തുറക്കാനായിട്ട് സർക്കാർ കാണിച്ചിട്ടില്ല എന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഭക്ഷണം ഡേറ്റ് കഴിഞ്ഞാണ് റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നേരിട്ടുണ്ട്. പോലും അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ മുന്നോട്ട് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്ത മേഖലയിൽ ടൂറിസം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന്. ആ ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന് പറയുന്ന കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് ഡിസാസ്റ്റർ PR ചെയ്യാൻ പാടില്ല. ഈ ദുരന്തത്തെ നിങ്ങളുടെ മാത്രം തരത്തിലുള്ള ഒരു PR വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം പറയുന്ന നിർദ്ദേശം എന്താണ്? ക്യാമ്പുകളിലേക്ക്, കളക്ടറേറ്റുകളിലേക്ക് മാത്രമേ സാധനം എത്തിക്കാൻ പാടുള്ളൂ, ആരും അല്ലാതെ കളക്ഷൻ പോയി നടത്തുന്നത്. അപ്പം ഞങ്ങൾ അതിന് ശേഷം അത് കൂട്ടിയില്ല. 4 കളക്ഷൻ സെന്റർ കോൺഗ്രസ് നടത്തുന്നത് എല്ലാ യുവജന സംഘടനകളും നടത്തുന്നത്. സർക്കാർ ഭാഗമായിട്ടുള്ള യുവജന സംഘടന പോലും നിർത്തില്ല, സർക്കാർ തീരുമാനിച്ചില്ല. എന്തുകൊണ്ടാണ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ക്യാമ്പുകൾക്ക് ചേർന്ന് കളക്ഷൻ നടത്തുന്നു. ക്യാമ്പിലുള്ള ആളുകൾ നേരിട്ട് കളക്ഷൻ സെന്ററിലേക്ക് വന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നിങ്ങൾ വാർത്ത പഠിക്കുമല്ലോ. അപ്പോൾ അവർ അല്ലെങ്കിൽ തന്നെ ആ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ വലിയ ദുരന്തത്തെ നേരിട്ടവരാണ്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ചിലപ്പോൾ ഒരു പീസ് ബ്രെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നൈറ്റി ആയിരിക്കും, കുട്ടികൾക്ക് കളിപ്പാട്ടമായിരിക്കും. അത് കളക്ടർ പാസ്സാക്കുന്ന ഉത്തരവ് കാത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആവർത്തിക്കുന്നു, ഡിസാസ്റ്റർ ടൂറിസം ആരും നടത്താൻ പാടില്ല, ഡിസാസ്റ്റർ PR ആരും നടത്താൻ പാടില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായി ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഈ നിമിഷം